ഗുഡ് മോർണിംഗ്. ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എക്കണോമിക്സിൽ 5 ഇയർ പ്ലാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 5 ഇയർ പ്ലാൻസ് ആണ്, അഥവാ പഞ്ചവത്സര പദ്ധതികളാണ്. അതിൽ 3 പഞ്ചവത്സര പദ്ധതികളാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആൻഡ് തേർഡ് 5 ഇയർ പ്ലാൻ വരെ നമ്മൾ പഠിച്ചു. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഒരു പരാജയമായിരുന്നു. അതായത് 12 പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നു. ആ 12 പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും പരാജയകരമായ ഒരു പഞ്ചവത്സര പദ്ധതിയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഒരു പരാജയമായിരുന്നു. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് 1966 മൂന്നാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുന്നത്. പിന്നീട് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്ലാൻ ഹോളിഡേ പദ്ധതി എന്ന് പറയുന്നത്. അതായത് ഒരു വാർഷിക പദ്ധതിയാണ്, 3 വർഷത്തേക്കുള്ള ഒരു പദ്ധതിയാണ്. 1966 മുതൽ 69 വരെ, 66, 67, 67, 68, 69 അങ്ങനെ 3 വർഷത്തേക്കായിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. ഈ നടപ്പിലാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ്. നമുക്കറിയാം, മൂന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി, അവസാനിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പോൾ ഈ പറയുന്ന മൂന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് പ്ലാൻ ഹോളിഡേ 3 വർഷത്തേക്ക് നടപ്പിലാക്കി. ആ സമയത്തും ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഈ പ്ലാൻ ഹോളിഡേക്ക് ശേഷമാണ് പിന്നീട് അടുത്ത പഞ്ചവത്സര പദ്ധതി വരുന്നത്. അത് 4-ാം പഞ്ചവത്സര പദ്ധതിയാണ്. നമുക്ക് 4-ാം പഞ്ചവത്സര പദ്ധതി നോക്കാം. അപ്പോൾ 4-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് സാധാരണ നടക്കേണ്ട സമയത്തല്ല 4-ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത്. സാധാരണഗതിയിലായിരുന്നെങ്കിൽ 66 സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു 4-ാം പഞ്ചവത്സര പദ്ധതി. പക്ഷേ ഈ പറയുന്ന പ്ലാൻ ഹോളിഡേ കാരണം 3 വർഷം അതിനുശേഷം വൈകി വന്ന ഒരു പഞ്ചവത്സര പദ്ധതിയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി. 1969 മുതൽ 1974 വരെയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി കാണപ്പെടുന്നത്. 4-ാം പഞ്ചവത്സര പദ്ധതി കൂടുതലും ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു സുസ്ഥിരതയോട് കൂടിയിട്ടുള്ള ഒരു വളർച്ച, അതായത് ഒരു സ്ഥിരതയോട് കൂടിയിട്ടുള്ള വളർച്ച. അപ്പോൾ അവിടെ പാവപ്പെട്ടവന്റെ ഉന്നമനം, അതുപോലെ ദുർബലമായിട്ടുള്ള വിഭാഗക്കാരുടെ ഉന്നമനമൊക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതിയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 1-ാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് ഊന്നൽ നൽകുന്നു. 2-ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നു. 3-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തത, അതുപോലെ സമ്പദ്ഘടനയിലെ സ്വയം പര്യാപ്തത. ഇനി 4-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ സുസ്ഥിരതയോട് കൂടിയിട്ടുള്ള വളർച്ച, അതിനോടൊപ്പം തന്നെ പാവപ്പെട്ടവരും ദുർബല വിഭാഗക്കാരുടെയും ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടിട്ടുള്ള അതാണ് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതിയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. ഈ 4-ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഈ 4-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു, അതായത് നാഷണലൈസേഷൻ ചെയ്തു. 14 ബാങ്ക്സ് ആണ് നാഷണലൈസേഷൻ ചെയ്തത്. അതായത് 14 ബാങ്കുകളെ ദേശസാൽക്കരിക്കുകയാണ് ചെയ്തത്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് വന്ന സമയത്ത് 14 ബാങ്കുകളെ 4-ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ദേശസാൽക്കരിക്കപ്പെട്ടത്. ഇനി അതുപോലെ തന്നെ 4-ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് 1969 കാലഘട്ടത്തിലാണ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നത്. ഈ പറയുന്ന 4-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ 3-ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഹരിത വിപ്ലവം ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ടതെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഡയറി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 3-ാം പഞ്ചവത്സര പദ്ധതി സമയത്താണെന്നൊക്കെ പഠിച്ചു. അത് റെഫർ ചെയ്യുക, ആ ക്ലാസ് കൂടി കാണുക. അപ്പോൾ 3-ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഡയറി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒക്കെ നിലവിൽ വന്നു. അപ്പോൾ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന 4-ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഈ പറയുന്ന പാലുൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ട് ആ പറയുന്ന പാലുൽപാദന മേഖലയിൽ നടന്ന ഒരു വിപ്ലവമാണ് ധവള വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ 3-ാം പഞ്ചവത്സര പദ്ധതിയിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഹരിത വിപ്ലവം നടന്നുവെങ്കിൽ 4-ാം പഞ്ചവത്സര പദ്ധതിയിൽ പാലുൽപാദനം കൂട്ടുന്നതിന് വേണ്ടി നടന്ന വിപ്ലവമാണ് ധവള വിപ്ലവം അഥവാ വൈറ്റ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. അത് 4-ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഉണ്ടായത്. അതുപോലെ തന്നെ 4-ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഈ പറയുന്ന പാലുൽപാദനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് 4th 5 ഇയർ പ്ലാൻ സമയത്താണ് ഓപ്പറേഷൻ ഫ്ലഡ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇനിയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 4-ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ച് നമ്മൾ 1974 സമയത്ത് അണുബോംബ് വിക്ഷേപിച്ചത്. അണുബോംബ് പരീക്ഷണം നടത്തിയത് ഈ പറയുന്ന രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ച്. അത് ഈ പറയുന്ന 4-ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് ആ ഓപ്പറേഷൻ നമ്മൾ നൽകിയ പേരെന്ന് പറയുന്നത്.
ഇനി നാലാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത, ഈ നാലാം പഞ്ചവത്സര പദ്ധതിയെ ഗാഡ്ഗിൽ മോഡൽ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ നാലാം പഞ്ചവത്സര പദ്ധതിയെ ഗാഡ്ഗിൽ മോഡൽ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം, നാലാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ശില്പിയായിട്ട് പറയുന്നത് ഡോക്ടർ ഗാഡ്ഗിലും BN ധറുമാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോഡലിനെ ഗാഡ്ഗിൽ മോഡൽ എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ചില ക്വസ്റ്റ്യനിലെ ഉത്തരത്തിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടും ശരിയായിട്ട് നമുക്ക് അനുമാനിച്ചേ പറ്റത്തുള്ളൂ. ചില ഉത്തരങ്ങളിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്നത്, ചിലയിടത്ത് നാലാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ നമുക്ക് രണ്ടും ശരിയാണ് എന്ന് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിയെ ഗാഡ്ഗിൽ മോഡൽ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഗാഡ്ഗിൽ യോജന പദ്ധതി അത് ആരംഭിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് മൂന്നാം പഞ്ചവത്സര പദ്ധതിയെയും ഗാഡ്ഗിൽ മോഡൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ നാലാം പഞ്ചവത്സര പദ്ധതിയെയും ഗാഡ്ഗിൽ മോഡൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്ന് പറയുന്നത് ഡോക്ടർ ഗാഡ്ഗിലും BN ധറും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഗാഡ്ഗിൽ മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സേഫ് സൈഡായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയെയും നാലാം പഞ്ചവത്സര പദ്ധതിയെയും ഗാഡ്ഗിൽ മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് എന്ന് പഠിച്ച് വച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നാലാം പഞ്ചവത്സര പദ്ധതി വിജയമാണോ പരാജയമാണോ എന്ന് നമുക്ക് നോക്കാം. നാലാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുന്ന ഒരു ടൈമാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്യം വെച്ചത് 5.6% ലക്ഷ്യം വെച്ചു. പക്ഷേ 3.3% മാത്രമേ കൈവരിക്കാൻ സാധിച്ചുള്ളൂ. കാരണം വീണ്ടും ഈ പറയുന്ന നാലാം പഞ്ചവത്സര പദ്ധതിയും വീണ്ടും പരാജയമായിരുന്നു. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി വൻ പരാജയമായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ പറയുന്ന പ്ലാൻ ഹോളിഡേ നടത്തിയത് 3 വർഷത്തേക്ക്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന നാലാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. നാലാം പഞ്ചവത്സര പദ്ധതിയും പറയത്തക്ക രീതിയിൽ വിജയകരമായിരുന്നില്ല, അതും പരാജയമായിരുന്നു. എങ്കിലും കമ്പാരിറ്റീവ്ലി 3 വെച്ച് നോക്കുമ്പോൾ 4 കുറച്ചുകൂടി ഭേദമായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് വൻ തകർച്ച നേരിട്ടില്ല. പക്ഷേ നമ്മൾ ഈ 12 പഞ്ചവത്സര പദ്ധതികളിലും ഏറ്റവും തകർച്ച നേരിട്ട അല്ലെങ്കിൽ നെഗറ്റീവും വളർച്ച കൈവരിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അത് 3 കേട്ടോ. ഇനി അടുത്ത പഞ്ചവത്സര പദ്ധതിയാണ് 5th 5-year പ്ലാൻ അഥവാ 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1974 മുതൽ 1979 വരെയാണ് 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ 5ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അതായത് കാർഷിക പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിച്ച് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. അപ്പോൾ ഈ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 20 കർമ്മ പരിപാടികൾ പോലും ഈ പറയുന്ന ഇന്ദിരാഗാന്ധി അവതരിപ്പിക്കുകയുണ്ടായി. 20 കർമ്മ പരിപാടി ദാരിദ്ര്യ നിർമ്മാർജ്ജനാർത്ഥം ഈ പറയുന്ന ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ച ഒരു സമയമാണത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഗരീബി ഹഠാവോ എന്ന പേരിലാണ് ഈ പറയുന്ന 5th 5-year പ്ലാൻ അറിയപ്പെടുന്നത്. ജോലിക്ക് കൂലി പദ്ധതി നടപ്പിലാക്കപ്പെട്ടതും ഈ പറയുന്ന 5ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ജോലിക്ക് കൂലി പദ്ധതിയും നടപ്പിലാക്കപ്പെട്ടത്. 1975 ICDS എന്ന് പറയുന്ന, അതായത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം പാസ്സാക്കുകയുണ്ടായി. അതും ഈ പറയുന്ന 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നടപ്പിലാക്കപ്പെട്ടത്. 5ാം പഞ്ചവത്സര പദ്ധതി എഴുതി തയ്യാറാക്കിയത് BN ധറാണ്. 5ാം പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്തത് എഴുതി തയ്യാറാക്കിയത്. അപ്പോൾ 5ാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 79 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഥവാ ഗരീബി ഹഠാവോ എന്ന പേരിലാണ് 5ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. 20 കർമ്മ പരിപാടികൾ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ജോലിക്ക് കൂലി പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് 5ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ICDS അഥവാ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ജനറേറ്റ് ചെയ്തത് 5ാം പഞ്ചവത്സര പദ്ധതി സമയത്താണെന്ന് ഓർത്തു വെച്ചിരിക്കാം. അപ്പോൾ ഈ സമയത്താണ് അടിയന്തരാവസ്ഥ നിലവിൽ വരുന്നത്. 1975 ആയപ്പോൾ അടിയന്തരാവസ്ഥ നിലവിൽ വരുന്നു. ഇപ്പോൾ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ഇരുന്ന സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ പറയുന്ന 5ാം പഞ്ചവത്സര പദ്ധതി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇന്ദിരാഗാന്ധി സർക്കാർ പോവുകയും, അതായത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പോവുകയും, അതായത് കോൺഗ്രസ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനം ഇല്ലാതെ വരികയും ചെയ്യുന്നു. അതായത് കോൺഗ്രസ് പാർട്ടി തന്നെ ആ സ്ഥാനത്ത് വരാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതോടുകൂടി മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിട്ട്
കയറുകയാണ്. അപ്പോൾ മൊറാർജി ദേശായി ഗവൺമെന്റ്, അതായത് ജനതാ പാർട്ടി അധികാരത്തിലേൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ മൊറാർജി ദേശായി അധികാരത്തിൽ വരുന്നു. അപ്പോൾ മൊറാർജി ദേശായി അധികാരത്തിൽ വരുമ്പോൾ മൊറാർജി ദേശായി എന്ത് ചെയ്യുന്നു, 1978 ആയ സമയത്ത് ഈ പറയുന്ന 5 ഇയർ പ്ലാനിങ് അവസാനിപ്പിക്കുകയാണ്. അതായത് 1974 മുതൽ 79 വരെയാണ് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. പക്ഷേ 78 ആയ സമയത്ത്, 78 ആയതേ ഉള്ളൂ, ഇനിയും ഒരു വർഷമുണ്ട്. അപ്പോൾ 78 ആയപ്പോഴേ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് ഉള്ള സ്ഥാനം മാറി അവിടെ മൊറാർജി ദേശായി വരികയും മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഈ പറയുന്ന 78 ആയപ്പോഴേ ഇനിയിപ്പം വേണ്ട, ഇനി ഈ 5ാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിക്കാന്ന് പറഞ്ഞ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് 5ാം പഞ്ചവത്സര പദ്ധതി 1978 മൊറാർജി ദേശായി എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് വേറൊരു പദ്ധതി കൊണ്ടുവരികയാണ്. അതായത് വേറൊരു പ്ലാൻ എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണ്. ആ പ്ലാൻ എന്താണ്, റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ നടപ്പിലാക്കുകയാണ്. 1978 ആരംഭിച്ച ഒരു പ്ലാൻ ആരംഭിക്കുകയാണ്, റോളിംഗ് പ്ലാൻ. അപ്പോൾ 5th 5 ഇയർ പ്ലാൻ 1979 വരെ ഉണ്ടായിരുന്നു. പക്ഷെ 1978 ഈ പറയുന്ന മൊറാർജി ദേശായി അത് നിർത്തലാക്കുകയും അതിനുശേഷം 2 വർഷത്തേക്ക് വേണ്ടിയിട്ട് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ മൊറാർജി ദേശായി എന്ത് ചെയ്യുകയും ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് ഗുർനാർ മിർധാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ തന്നെയാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആശയത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഗുർനാർ മിർധാർ എന്ന് പറയുന്ന വ്യക്തിയാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആശയത്തിന്റെ പിതാവ്. അപ്പം അവിടെ ശ്രദ്ധിച്ചോണം, ആശയം. അപ്പോൾ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആശയത്തിന്റെ പിതാവ് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള ഏഷ്യൻ ഡ്രാമയിൽ നിന്നാണ് ഇദ്ദേഹം ഈ പറയുന്ന ആശയം എടുത്തിരിക്കുന്നത്. അപ്പോൾ റോളിംഗ് പ്ലാനിനെ പറ്റി ഈ ഗുർനാളിന്റെ ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ആശയത്തിന്റെ പിതാവ്. എന്നാൽ ഇന്ത്യയിൽ റോളിംഗ് പ്ലാനിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, മൊറാർജി ദേശായിയാണ്. കാരണം ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തത് മൊറാർജി ദേശായിയാണ് 1978. അപ്പൊ അതുകൊണ്ട് ഫാദർ ഓഫ് ഇന്ത്യൻ റോളിംഗ് പ്ലാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്, മൊറാർജി ദേശായിയാണ്. അപ്പൊ മൊറാർജി ദേശായിയാണ് ഇന്ത്യയിലെ റോളിംഗ് പ്ലാനിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, മൊറാർജി ദേശായി ആണ്. അപ്പൊ മൊറാർജി ദേശായി 1978-90 കാലഘട്ടത്തിലേക്ക് 2 വർഷത്തേക്ക് ഒരു റോളിംഗ് പ്ലാൻ നടപ്പിലാക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് ദേശായി രാജിവെക്കുകയാണ്, മൊറാർജി ദേശായി രാജിവെക്കുകയാണ്. അപ്പോൾ മൊറാർജി ദേശായി രാജിവെച്ചതിന് ശേഷം ചരൺ സിംഗ് എന്ത് ചെയ്യാണ്, അധികാരത്തിൽ വരികയാണ്. അപ്പോൾ മൊറാർജി ദേശായി രാജിവെക്കുകയും ചരൺ സിംഗ് അധികാരത്തിൽ വരികയും ചെയ്യാണ്. അപ്പോൾ ചരൺ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി കൂടി ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കാം. ട്രൈസം പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചരൺ സിംഗ് മൊറാർജി ദേശായിക്ക് ശേഷം അധികാരത്തിൽ വരുന്നു, പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ വരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ചരൺ സിംഗ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ട്രൈസം പദ്ധതി എന്ന് പറയുന്നത്. അതായത് ട്രെയിനിങ് ടു റൂറൽ യൂത്ത് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന പദ്ധതി. അതായത് 1979 നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അപ്പോഴും റോളിംഗ് പ്ലാൻ നടക്കുന്നുണ്ട്. അതായത് ഗ്രാമപ്രദേശത്തെ യുവാക്കൾക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ട്രൈസം പദ്ധതി എന്ന് പറയുന്നത്. ഗ്രാമപ്രദേശത്തിലെ യുവാക്കൾക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് സെൽഫ് എംപ്ലോയ്മെന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയ, ചരൺ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ട്രൈസം പദ്ധതി. ട്രെയിനിങ് ടു റൂറൽ യൂത്ത് സെൽഫ് എംപ്ലോയ്മെന്റ് എന്നുള്ള പദ്ധതി 1979 അപ്പോഴും ഈ പറയുന്ന റോളിംഗ് പ്ലാൻ നടക്കുന്നുണ്ട്. 1980 ആയ സമയത്ത് വീണ്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരികയും ഇന്ദിരാഗാന്ധി ഈ പറയുന്ന റോളിംഗ് പ്ലാൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സാമൂഹ്യ നീതിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് റോളിംഗ് പ്ലാൻ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്, അവസാനിപ്പിക്കുകയാണ്. 1980 ഇന്ദിരാഗാന്ധി റോളിംഗ് പ്ലാൻ അവസാനിപ്പിക്കുന്നു. അതിനുശേഷം അടുത്ത 5 ഇയർ പ്ലാൻ തുടങ്ങാനായിട്ട് ഇന്ദിരാഗാന്ധി ശ്രമിക്കുകയാണ്. 1980 മുതൽ അടുത്ത 5 ഇയർ പ്ലാൻ ആരംഭിക്കാനായിട്ട് ഇന്ദിരാഗാന്ധി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 5th 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ 5th 5 ഇയർ പ്ലാനിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗരീബി ഹഠാവോ, അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട ഒരു 5 ഇയർ പ്ലാനാണ് 5th 5 ഇയർ പ്ലാൻ. ഈ 12 5 ഇയർ പ്ലാനിലും കാലാവധി പൂർത്തിയാക്കാതെ അവസാനിപ്പിച്ച ഒരു 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 5th 5 ഇയർ പ്ലാനാണ്. ബാക്കിയെല്ലാം ഈ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷമാണ് പ്ലാൻ ഹോളിഡേ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തത്. പക്ഷേ 5th 5 ഇയർ പ്ലാൻ കാലാവധി പൂർത്തിയാക്കാത്ത 5 ഇയർ പ്ലാനാണ് 5th 5 ഇയർ പ്ലാൻ. 5th 5 ഇയർ പ്ലാനിനിടയിൽ നടന്ന ഒരു പ്ലാനാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. 1978-80 കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ നടന്നത്. മൊറാർജി ദേശായി ജനതാ ഗവൺമെന്റ് അധികാരത്തിലുള്ള സമയത്താണ് റോളിംഗ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തത്. നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധി ആണെന്നും കൂടി ഓർത്തു വെച്ചേക്കാം. ഇതിനു ശേഷമാണ് പിന്നീട് എന്ത് വന്നത്, 6th 5 ഇയർ പ്ലാൻ വരുന്നത്. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 6th 5 ഇയർ പ്ലാൻ, ബാക്കിയുള്ള അങ്ങോട്ടുള്ള 5 ഇയർ പ്ലാൻസ് ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക്,
ഷെയർ, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. കമൻസും രേഖപ്പെടുത്തുക. താങ്ക്